ഒരു മണിക്കൂർ പോലും വേണ്ടാത്ത ഈ ഊള റോഡ് പണിക്ക് 2 രാത്രിയും പകലും ജനങ്ങളെ പോഴന്മാരാക്കിയ എല്ലാ നാറിയ ഭരണകർത്താക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എന്ന് സ്വന്തം ടാക്സ് അടയ്ക്കുന്ന മണ്ടന്മാരിൽ ഒരാൾ. പണിത റോഡ് ചുമതല പണിതുമില്ല. അത് ആരൊക്കെയാണ് ഇതിൽ നിൽക്കണമെന്ന് അറിയില്ല. മണ്ണ് മൂന്ന് മാറ്റാതെ അതിന് മേളിൽ മെറ്റിലിട്ടിട്ട് അതിന് മേളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ താറ് ഒഴിച്ചിട്ട് അതിന് മുകളിൽ മണ്ണിട്ടിട്ടാണ് അവർ പോയി നിൽക്കുന്നത്. അത് പണ്ട് ഓടിക്കഴിയുമ്പോൾ തന്നെ അത് ഇളവും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി കുണ്ടന്നൂർ പാലത്തിലാണ്. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂർ പാലം പണി കാരണം അടച്ചിട്ടത് വാർത്തയായത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അങ്ങനെ 2 ദിവസമാണ് കൊച്ചിയിലെ ട്രാഫിക്ക് മൊത്തത്തിൽ ബ്ലോക്കായത്. പല രീതിയിൽ ബ്ലോക്കായി, വലിയ ബ്ലോക്കായിരുന്നു. കൊച്ചി ഫുള്ള് സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസവും. അതിന് കാരണം ഈ കുണ്ടന്നൂർ പാലം, അതാണ് തിങ്കളാഴ്ചയാണ് ഇത് പണി തുടങ്ങിയതെന്ന് ആലോചിക്കണം. ഇതിൻ്റെ അവസ്ഥ പക്ഷേ വളരെ ശോകമാണ്. ഇത് കാണാൻ എന്താണ് പണി നടന്നതെന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു പണിയും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അധികാരികൾ കാണിച്ച ഈ തോന്നിവാസത്തിന് ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ, ഇന്നലത്തെ ഈ ഒരു പാലം പണി ഇന്നലെ 2 ദിവസമായിട്ട് കൊച്ചി മൊത്തത്തിൽ ബ്ലോക്കാക്കിയ ഒരു പാലം പണിയായിരുന്നു. അപ്പോൾ എത്രത്തോളമായിരുന്നു ഇന്നലത്തെ ഒരു ബുദ്ധിമുട്ട്? ഞാൻ ലോട്ടറി കച്ചവടക്കാരനാണ്. ഈ റോഡ് ബ്ലോക്ക് ചെയ്ത ശേഷം എനിക്ക് 10,000 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. 2 ദിവസത്തെ 10,000 രൂപയുടെ അത്രയും ടിക്കറ്റ്, എനിക്ക് പോകേണ്ട ടിക്കറ്റ് ഒന്നും എനിക്ക് പോയില്ല. പിന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തതിന് ശേഷം വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്തതിനും ഒരു വണ്ടിക്ക് അങ്ങോട്ടും പോകാൻ പറ്റാതെയും ഒരു ലൈൻ അവർ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരില്ലായിരുന്നു. റോഡ് പണി അത് ചെയ്തത് 2 ദിവസം കഴിയുമ്പോൾ കാണാം. അതുപോലത്തെ പണിയാണ് ചെയ്തേക്കുക. അതെന്തോ ആയിക്കോട്ടെ, അത് സർക്കാരിൻ്റെ കാര്യം. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയണം. എനിക്ക് 2 ദിവസത്തെ റോഡ് ബ്ലോക്ക് ചെയ്തതിന് എനിക്ക് 10,000 രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ആരോട് ചെന്ന് പറയുന്ന ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിയെക്കുറിച്ച് എന്താ പണി അവർ വന്ന് 5-6 ഡ്രം താറ് കൊണ്ടുവന്ന് തിരിച്ച് 3 ഡ്രം കൊണ്ടുപോയി. പിന്നെ പല ആൾക്കാരും ചെന്ന് കണ്ടിട്ട് പറഞ്ഞേക്കണം, മണ്ണ് മൂന്ന് മാറ്റാതെ അതിന് മേളിൽ മെറ്റിലിട്ടിട്ട് അതിന് മേളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ താറ് ഒഴിച്ചിട്ട് അതിന് മുകളിൽ മണ്ണിട്ടിട്ടാണ് അവർ പോയി നിൽക്കുന്നത്. അത് പണ്ട് ഓടിക്കഴിയുമ്പോൾ തന്നെ അത് ഇളവും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും നേരത്തെ കുഴിയായിരിക്കും അടുത്ത വരാൻ പോണത്. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടന്നൂർ പാലത്തിലൂടെ ഒരു 2-3 റൗണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പോയിട്ടുണ്ട്. അതായത് ഈ റോഡ് പണി ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് റോഡ് പണി നടന്ന് എവിടെയാണെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയും നേരം ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അതിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സ്ഥലം ഞാനിപ്പോൾ കാണിച്ചു തരാം. ബാ, ഇതാ ഇന്നലെ റോഡ് പണി നടന്ന ഒരു സ്ഥലം. വെറുതെ കല്ല്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ബാ, ഇതാണ് ഇന്നലെ റോഡ് പണി നടന്നത്. കടുത്ത വേനലിൽ പൊളിഞ്ഞ റോഡ് മഴക്കാലം വരെയും കാത്തിരുന്ന് കുഴികൾ വലുതാക്കിയതിനും 1 മണിക്കൂർ പോലും വേണ്ടാത്ത ഈ ഊള റോഡ് പണിക്ക് 2 രാത്രിയും പകലും ജനങ്ങളെ പോഴന്മാരാക്കിയ എല്ലാ നാറിയ ഭരണകർത്താക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എന്ന് സ്വന്തം ടാക്സ് അടയ്ക്കുന്ന മണ്ടന്മാരിൽ ഒരാൾ. ഇതിൽ തെറിവിളിയുണ്ട്, പക്ഷേ അത് ഞാൻ പറയുന്നില്ല. നിങ്ങളിത് വായിച്ചു നോക്ക്. ഇത് കൊച്ചിക്കാർ തന്നെ എഴുതി വെച്ച ഫ്ലെക്സിൽ ഉള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് കുണ്ടന്നൂർ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇന്നലത്തെ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാ ഓട്ടോ ഡ്രൈവർമാരും വളരെ മോശമായിട്ട് തന്നെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അധികാരികൾക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം നടത്തുന്നത്. പക്ഷേ ഇവരാരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഇവർ പറയുന്നത് ഇവർക്ക് പേടിയാണെന്നാണ്. നാളെ നമ്മുടെ കഴുത്തെ പിടിക്കും, നമ്മുടെ അന്നം മുടക്കുവർ. എന്തെങ്കിലും ഇവർക്കെതിരെ തിരിച്ചു പറഞ്ഞാൽ നാളെ അത് നമുക്ക് പാരയാവും. അന്നന്നത്തെ ഭക്ഷണം കഴിച്ച് അന്നന്നത്തെ ഓട്ടോ ഓടി അന്നന്നത്തുള്ള ഭക്ഷണത്തിനുള്ള വക തേടുന്ന ഇവരുടെ കഴുത്തിന് പിടിക്കാൻ അടുത്ത രാഷ്ട്രീയ പാർട്ടികൾ പിറ്റേ ദിവസം എടുത്തും. അതുകൊണ്ട് ഇവരാരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഒരാൾ പോലും ഇവിടെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ചേട്ടാ, ഇന്നലത്തെ ഒരു സംഭവത്തെക്കുറിച്ചൊന്നും പറയാനില്ല. ചേട്ടാ, ഈ കഴിഞ്ഞ റോഡ് പണിയുടെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല.
നമ്മൾ പറഞ്ഞിട്ട് കാര്യം സാധാരണക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോൾ ഇവിടെ പലരിടത്തും ചോദിച്ചപ്പോൾ പലർക്കും പറയാൻ പേടിയും മടിയുവാ. ആയിട്ടല്ല നമ്മൾ സാധാരണക്കാർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് റോഡിൽ കൂടി പോകാൻ. നടു പാടില്ല. ഇപ്പം നടുവും പോകും, വണ്ടിയും കംപ്ലൈൻ്റ് ആവുന്നു എല്ലാ ദിവസവും ഈ റോഡ്. എന്നിട്ട് പണിയാന്ന് പറഞ്ഞിട്ട് പണിത റോഡ് ചുവ നേരെ പണിതുമില്ല. അത് ആരൊക്കെയാണ് ഇതിൽ നിൽക്കണമെന്ന് അറിയില്ല. രണ്ട് ദിവസം അടച്ചിട്ടത് പണിയാന്നും പറഞ്ഞാൽ അടച്ചത്. പണിയുണ്ടേ ഞാൻ ഒരു ദിവസം അടച്ച് തന്നിട്ടുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇത് കംപ്ലീറ്റ് പണിയൊന്നുമില്ല, കുഴി മാത്രം അടക്കുള്ളൂ പറഞ്ഞു. അത് കുഴി ചൊവ്വ നേരം അടച്ചില്ല. എങ്ങനെ അടച്ചത്? മിറ്റിൽ പൊടി ഇട്ടിട്ടും വെറുതെ ടാറ് ഇവിടെ തളിക്കൽ മാത്രം ഉണ്ടായുള്ളൂ. അല്ല കാര്യമായിട്ട് ടാറ് കിട്ടില്ല. ഞാൻ കണ്ടു നിൽക്കണ കാര്യം വരുന്നു. എന്നിട്ട് അതിൻ്റെ മീതെ കുറേ മിറ്റിൽ പൊടിയും വാരിയിട്ട് അവരങ്ങോട്ട് പോയി. എന്നിട്ട് ഒരു 5 മണിയായപ്പോൾ പണി നിർത്തി. ശരിക്കും റോഡ് പണിയണമെങ്കിൽ 2 ദിവസം കൊണ്ട് നൈറ്റ് നിന്നാൽ പണി തീർക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് ഈ 2 ദിവസത്തെ ഈ റോഡ് പണി കൊണ്ട് നിങ്ങൾക്ക് ചേട്ടന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി? ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾക്ക് വണ്ടി ഓടാൻ സാധിച്ചില്ല. 2 ദിവസം വണ്ടി ഓടാൻ സാധിച്ചില്ല. ഇവിടെ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കും. നേരെ വീട്ടിലോട്ട് രാവിലെ വരും, വൈകുന്നേരം വീട്ടിലോട്ട് പോകും. അത് ഇവിടെ മാത്രമല്ല മൊത്തം ബ്ലോക്കായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇവിടെ അടച്ചപ്പോൾ മൊത്തം ബ്ലോക്കായിരുന്നു. ഇത് ആരോടാണ് നമ്മൾ പറയേണ്ടത്? ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അവരെന്താ പറയണത്? അവരിപ്പോൾ ആ റോഡ് കൊണ്ട് നടന്നല്ല. അന്ന് അവർ വന്ന് ചോദിക്കേണ്ടിയിരുന്നു ഇതെങ്ങനെ പണിയണമെന്ന്. അതൊന്നും ചോദിച്ചത്. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഈ പണി തുറന്നപ്പോഴാണ് അവർ വന്നേക്കണത് പണി ശരിയായിട്ടില്ലെന്നും പറയും. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊച്ചി മുഴുവൻ ബ്ലോക്കാക്കി പലരുടെയും അന്നം മുടക്കിയ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസത്തെ റോഡ് പണി.